ബഹുമാനമുള്ള പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ജീവിതം സന്തോഷത്തിലാവാൻ, മരണം റാഹത്തിലാവാൻ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കാൻ, ജീവിതം ഹൈറിലാവാൻ 7 കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടിക്കലായി നാം ചെയ്യണം. അത് ഫോളോ ചെയ്യണം. ഡെയിലി ആ 7 കാര്യങ്ങളെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പതിവായി നമ്മൾ ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ആ 7 കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 7 കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതവും മരണവും അള്ളാഹു റാഹത്തിലാക്കി തരും, സന്തോഷത്തിലാക്കി തരും, ഖൈറിലാക്കി തരും. നല്ല ഹാപ്പിയുള്ള ലൈഫ് അള്ളാഹു തആല തരും, നല്ല മരണം അള്ളാഹു തരും. ഒന്നാമത്തെ കാര്യം ഹബീബായ റസൂലുള്ളാഹ് പറയാണ്, നിങ്ങൾ ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു എന്ന പരിശുദ്ധമായ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. ഏത് നല്ല കാര്യമാണോ അത് ബിസ്മി കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. രണ്ടാമത്തേത് റസൂലുള്ളാഹ് പറയാണ്, ഏത് നല്ല കാര്യങ്ങൾ അവസാനിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഈ കാര്യം ചെയ്യാൻ എനിക്ക് അല്ലാഹു ആവത് നൽകിയല്ലോ, ആരോഗ്യം നൽകിയല്ലോ, ആഫിയത്ത് നൽകിയല്ലോ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാനുള്ള ശുക്റിന്റെ മനസ്സുണ്ടാവണം. മൂന്നാമത്തെ കാര്യം മുത്തുനബി പറയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ നാവിലൂടെ അറിയാതെ വന്നുപോയാൽ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത, ശരീഅത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നാവിലൂടെ പറഞ്ഞു പോയാൽ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. എന്തെങ്കിലും ഒരു കാര്യം അനിഷ്ടകരമായത്, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്തു പോയ പെട്ടെന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. നാലാമത്തേത് മുത്തുനബി പറയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയ്യഖൂല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ കാണാം, ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ നമുക്ക് ചെയ്യാം. എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അഞ്ചാമത്തേത് ഹബീബായ റസൂലുള്ളാഹ് പറയാണ്, ശരീഅത്തിന് വിരുദ്ധമായ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, സഹോദരങ്ങളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരുമാവട്ടെ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കണ്ണിന്റെ മുമ്പിൽ കാണുന്നതെങ്കിൽ അത് തടയുകയും അവൻ പറയുകയും ചെയ്യണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവിനല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഇത് തടയാൻ ഒരു ശക്തിയോ ഒരു കഴിവോ അല്ലാഹുവിനല്ലാതെ ഇല്ല എന്ന് പറയണം. ആറാമത്തെ കാര്യം മുത്തുനബി പറയാണ്, എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിക്കുമ്പോ, ഒരു വിപത്ത് സംഭവിക്കുമ്പോ, എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ, കണ്ടാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം അല്ലാഹുവിലേക്കാണ്. ഇത്
വളരെ പ്രധാനപ്പെട്ടതാണ്. മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും ഒരു അസുഖം, ഒരു പ്രയാസം വന്നു, എന്തെങ്കിലും കൃഷി നശിച്ചുപോയി, അല്ലെ വീട്ടിലുള്ള മൃഗങ്ങൾ ചത്തുപോയി, ഈ സമയത്തൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ ഒരു മരണവാർത്ത കേട്ടു, നമുക്ക് വല്ലാതെ സങ്കടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം അല്ലാഹുവിലേക്കാണ്. ഏഴാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നാവിലൂടെ ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 24 പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയണം. എപ്പോഴും ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ 7 കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ തകൂനു ഹയാത്തുഹു വ മമാതുഹു ഖൈറാ, ജീവിതവും മരണവും ഖൈറിലാകും, സന്തോഷത്തിലാകും, റാഹത്തിലാകും. മാത്രമല്ല ഗഫറല്ലാഹു ദുനൂബഹു, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. മാത്രമല്ല ഹുവ ശരീഫുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് അവൻ മഹത്വമുള്ളവനും ബഹുമാനമുള്ളവനുമായി തീരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷേ ശ്രദ്ധക്കുറവ് കൊണ്ട്, മറവി കൊണ്ട്, ഇബ്ലീസിന്റെ ഇടങ്ങേറ് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ പോകുമ്പോൾ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതം സന്തോഷത്തിലാവണ്ടേ, നമ്മുടെ മരണം റാഹത്തിലാവണ്ടേ, അള്ളാന്റെ അടുത്തും ബഹുമാനമുള്ള ആളായി മാറണ്ടേ, നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരണ്ടേ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹ സഹോദരങ്ങള് ചെയ്യണമെന്നും എൻ്റെ സ്വന്തം നഫ്സിനോട് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അല്ലാഹു റഹ്മാനായ റബ്ബേ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കാൻ, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ.